പക്ഷേ ചേട്ടാ, പാലക്കാട് BJP വലിയ രീതിയിൽ പ്രതിരോധത്തിലായി, കോൺഗ്രസ് അടിച്ചു കയറി, സന്ദീപ് വാര്യർ എഫക്റ്റൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അതിൻ്റെ ഇടയിൽ ശോഭാ സുരേന്ദ്രനാണ് കാലുവാരിയതെന്ന് സുരേന്ദ്രൻ പറയുന്നു. കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. അകപ്പാടെ BJP തകർന്ന ഒരു അവസ്ഥയിലാണോ പാലക്കാട്? BJPയിൽ കൃഷ്ണകുമാർ വലിയ പ്രതിരോധത്തിലായി. കൃഷ്ണകുമാറിൻ്റെ ഭാര്യയ്ക്കെതിരെ ആരോപണങ്ങൾ വരുന്നു, കൃഷ്ണകുമാറിനെതിരെ ആരോപണങ്ങൾ വരുന്നു. സുരേന്ദ്രൻ അവസാനം കരഞ്ഞുകൊണ്ട് പറയുന്നു, എല്ലായിടത്തും ഞാനാണല്ലോ ബലിയാട് എന്ന് പറയുന്നു. അപ്പം മാറണമെന്ന് പറയുന്നു. മൊത്തം ഒരു പുക മറയാണ്. ഇതൊക്കെ എവിടെ പോയി അവസാനിക്കും? BJP തകർന്ന അവസ്ഥയിലല്ല, പക്ഷേ BJP തകർന്ന അവസ്ഥയിലാണെന്ന് വരുത്തിത്തീർക്കാൻ മാപ്രകൾ ശ്രമിക്കുന്നു. അതിൻ്റെ കൂടെ കുറേ ആൾക്കാർ മാപ്രകളെ കാണുമ്പം വെപ്രാളം പിടിച്ച്, ഈ മാധ്യമങ്ങളിൽ കാണുമ്പോൾ വെപ്രാളം പിടിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. നേരത്തില്ലേ നമ്മൾ പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു കാര്യം പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്, പാലക്കാട് ഈ പ്രാവശ്യം CPM വോട്ട് മറിച്ചിട്ടില്ല. അതായത് BJPയെ തോൽപ്പിക്കാൻ വേണ്ടി CPM പല ഘട്ടങ്ങളിലായി കേരളത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് മഞ്ചേശ്വരത്ത് ഉൾപ്പെടെ, നമ്മൾ ആദ്യ കാലത്ത് മഞ്ചേശ്വരത്ത് എന്നേ BJP ജയിക്കേണ്ട ഒരു സീറ്റാണ്. അന്ന് എപ്പോഴും മുസ്ലിം ലീഗിന് 2000 വോട്ട് അവസാനം മറിച്ചു കൊടുത്താണ് BJPയെ തോൽപ്പിച്ചുകൊണ്ടിരുന്നത്. BJP ഇപ്പോൾ ആ സീറ്റിനെ പറ്റി മറന്നുപോയിട്ടുണ്ടെങ്കിലും ആ സീറ്റിൻ്റെ പുറകിൽ BJP കൃത്യമായിട്ട് നിന്നായിരുന്നു. ഇപ്പോൾ ആ സീറ്റ് ജയിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇനിയും ജയിക്കാമായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം പാലക്കാട് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ BJPക്ക് തോൽപ്പിക്കാൻ വേണ്ടി CPM എന്നും പണിയെടുക്കുന്നത് പോലെ കോൺഗ്രസിനെ ജയിപ്പിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി. പക്ഷേ രണ്ടാമതൊന്നും അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ വർഗീയ ധ്രുവീകരണം. നമ്മളെപ്പോഴും പറയുന്ന പോലെ 100% വർഗീയ ധ്രുവീകരണം വളരെ കൃത്യമായിട്ട് SDPIക്കാരൻ്റെയും ജമാഅത്ത് ഇസ്ലാമിക്കാരൻ്റെയും ഒക്കെ കെയർ ഓഫിൽ അവിടെ നടന്നിട്ടുണ്ട്. അതിനുവേണ്ടി കോൺഗ്രസ് വളരെ കൃത്യമായിട്ട് പണിയെടുത്തിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ സഹായം ലഭിച്ചിട്ടുണ്ട്. SDPIക്കാരൻ വീടാന്തരം കയറി ഇറങ്ങി ഖുറാൻ വരെ വെച്ച് മുസ്ലിങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ലേബർ, നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിയും പിന്നെ ലേബർ പാർട്ടി അല്ലേ, വെൽഫെയർ പാർട്ടി എല്ലാം അതിൻ്റെ ആണല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിന് അടുത്ത ദിവസം തന്നെ വെൽഫെയർ പാർട്ടിയുടെയും ഈ പറയുന്ന ഈ മത തീവ്രവാദ സംഘടനയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പാർട്ടിക്കാരെയും കണ്ട് അവർക്ക് നന്ദി പറയുകയൊക്കെ ചെയ്തു. അപ്പം മാത്രവുമല്ല, അവിടെ BJPക്ക് ഈ പറയുന്നത് പോലൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെ പാലക്കാട് BJP ജയിക്കും അല്ലെ BJP ജയിക്കേണ്ടതാണെന്ന് നമ്മൾ ഉൾപ്പെടെയുള്ള ഒരു ചർച്ച ചെയ്യുമ്പം BJP പാലക്കാട് ഈ പറയുന്ന ഒരു ജയിക്കുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ മത്സര രംഗത്തേക്ക് വന്നത് തന്നെ ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുന്ന സമയം തൊട്ടാണ്. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചുകൊണ്ടാണെന്നല്ല ഞാൻ പറയുന്നത്. ആ സമയത്താണ് BJP 10% വോട്ട് വർദ്ധിപ്പിച്ചിട്ട് ആ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നത്. അന്നേരം 10% വോട്ട് വർദ്ധിപ്പിക്കുമ്പോൾ ആ വോട്ട് കുറഞ്ഞതാരുടെയാണ്? CPMൻ്റെയാണ് കുറഞ്ഞത്. പിന്നെ അതിനുശേഷമാണ് മെട്രോമാനെ മത്സരിപ്പിക്കുന്നതും ഈ ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ 4000 വോട്ടിൻ്റെ ഒരു വ്യത്യാസം വരുമ്പം അവിടെ ജയിക്കാൻ പറ്റുന്ന കേരളത്തിലെ ഏറ്റവും സാധ്യതയുള്ള മണ്ഡലത്തിലൊന്നായിട്ട് വരുന്നത്. കേരളത്തിലുടനീളം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 6% കിടന്ന BJPയാണ്. 6%ന് അതൊരു 16-17% മൊത്തത്തിൽ നോക്കുമ്പോൾ വന്നിട്ടുള്ളൂ. ഈ സമയത്ത് BJPക്ക് ചില മണ്ഡലങ്ങളിൽ ഈ 16 എന്നുള്ളത് 20-25 വരെ വന്നിട്ടുണ്ട്. പാലക്കാട് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നേരത്തെ രാജഗോപാൽ മത്സരിക്കുമ്പോഴും ഇതുപോലെ 27%, 28% വന്നിട്ടുള്ളൂ കാലങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇപ്പോഴും ആ അവസ്ഥയിലാണ് വന്നത്. ആ അവസ്ഥയിൽ നിന്ന് BJP മുന്നോട്ട് പോയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ കുറ്റം പറയുമ്പം BJP ഇപ്പോഴും പാലക്കാട് മുനിസിപ്പാലിറ്റിയിലാണ് നിൽക്കുന്നത്. മുനിസിപ്പാലിറ്റിയിൽ ഏതാണ്ട് 1% വോട്ട് കുറയുമ്പോഴാണ് ഈ പറഞ്ഞ 10,000 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ ഈ കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തെക്കാട്ടി പുറകോട്ട് പോയത്. അത് പാലക്കാട് BJP നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്, അതിനകത്തൊന്നും മുന്നോട്ട് പോയിട്ടില്ല. അപ്പം അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകുന്നതിന് BJP ശ്രമിക്കുന്നതിന് വരെ BJP പാലക്കാട് ജയിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ നേതാക്കന്മാർ തമ്മിൽ ഉള്ളിൽ മത്സരം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കണം. മനസ്സിലായി മതി. നേതാക്കന്മാർ പരസ്പരം ഈ പഴിയാരുമ്പോൾ അത് പരിശോധിക്കണം. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ മാത്രം നിർത്തിയാൽ ഒരു പ്രദേശത്ത് മൊത്തം ജയിക്കുന്ന അവസ്ഥ വന്നാൽ 150 മണ്ഡലത്തിലേക്ക് എന്ത് ചെയ്യും? ഇപ്പോൾ ഇവരെല്ലാം പറയുന്നത് ശോഭാ സുരേന്ദ്രനെ അവിടെ മത്സരിപ്പിക്കണം. ശരി തന്നെ, ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കണം. അതിനകത്ത് വേറെ കാര്യമുണ്ട് പറയുന്നതിനകത്ത്. ഇതുപോലുള്ള സീറ്റുകളുണ്ടല്ലോ, ഇപ്പോൾ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 10-26% അല്ലെങ്കിൽ ആ അവസ്ഥയിൽ നല്ല ഇതുപോലെ ഫൈറ്റിംഗ് കപ്പാസിറ്റി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സീറ്റുകൾ BJP നേതാക്കന്മാർ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ക്യാൻഡിഡേറ്റിനെയും കൂടി ഇടണം. അതുകൊണ്ടാണ് തൃശ്ശൂർ ജയിക്കാൻ സാധിക്കുന്നത്. തൃശ്ശൂർ BJPക്ക് വോട്ടുള്ളതുപോലെ തന്നെ ഒരുപക്ഷെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ക്യാൻഡിഡേറ്റ് വരുന്നുണ്ടാണ് ജയിക്കുന്നത്. കാരണം ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. അപ്പം BJPക്ക് പുറത്ത് നിന്ന് വോട്ട് പിടിക്കാൻ സാധിക്കും. കാരണം ഈ ഏത് നിയമസഭാ മണ്ഡലമായാലും ലോക്സഭാ മണ്ഡലമായാലും നമ്മൾ പരിശോധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിനകത്ത് പാർട്ടിക്കാർ എല്ലാ പാർട്ടിയുടെയും ഈ കൃത്യമായുള്ള ആൾക്കാർ വളരെ കുറച്ചേ കാണത്തുള്ളൂ. ബാക്കിയുള്ള അനുഭാവികൾ, ഈ അനുഭാവികളെന്ന് പറയുന്ന ആൾക്കാർക്ക് എപ്പോഴും അവരുടെ മനസ്സിന് മാറ്റം വരാം.
അല്ലെങ്കിൽ അവർക്ക് അവരുടെ പാർട്ടിക്ക് ഇപ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അനുഭാവി അതിനപ്പുറം സാധ്യതയുള്ള അല്ലെങ്കിൽ കൊള്ളാവുന്ന ഒരാൾ CPM വന്നാലോ അല്ലെങ്കിൽ BJP വന്നാലോ വോട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ ഇവിടെയും ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു പാലക്കാട് ഈ പറയുന്ന സാധാരണ അനുഭാവികളായിട്ടുള്ള BJP-കാരുടെയൊക്കെ അഭിപ്രായമുണ്ട്. അവിടെ ഏറ്റവും ഈ പറയുന്ന ഇത്രയും 10-26-27% വോട്ടുമായിട്ട് ജയിക്കാൻ നിൽക്കുമ്പം അവിടെ എല്ലാവർക്കും സമ്മതനായിട്ടുള്ള, കാരണം കോൺഗ്രസിൽ നിന്ന് വോട്ട് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ CPM അനുഭാവികളിൽ നിന്ന് വോട്ട് വരാൻ സാധ്യതയുള്ള ഏറ്റവും നല്ല ഒരു ആൾക്കാരുടെ ഇടയ്ക്ക് അഭിപ്രായമുള്ളൊരു ക്യാൻഡിഡേറ്റിനെ നിർത്തിയായിരുന്നെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം മെട്രോമാൻ എന്ന് പറയുന്ന ആൾ അത്രയും മത്സരിച്ച് വരാൻ കാര്യം ഇതാണ്. അപ്പോൾ അതിന് അദ്ദേഹം മാറിയിരിക്കുമ്പോൾ അതിനപ്പുറമുള്ള ഒരാളിനെ നിർത്തുന്നതായിരിക്കും ഈ ഇപ്പം അവിടെ ഇപ്പം മത്സരിച്ച് സ്ഥാനാർത്ഥി ചെയ്യുന്നത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്, കൃത്യം പാർട്ടിയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് പാർട്ടിക്ക് വോട്ടായിരിക്കും പിടിക്കാൻ പറ്റുന്നത്, പാർട്ടി വോട്ട് അവിടെ പിടിച്ചിട്ടുമുണ്ട്. അതിനപ്പുറമുള്ള വോട്ട് പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാത്തതുകൊണ്ട് അവിടെ തോറ്റത്. പിന്നെ രണ്ടാമത് അവിടെ നമുക്കിപ്പം BJP-ക്ക് ഒരു വലിയ ഗുണം അവിടെ വരാൻ പോവുക. ഇപ്പം ഇത് വലിയ ചർച്ചയാവുകയാണ്, കേരളം മൊത്തം ചർച്ചയാവണം. സുഡാപ്പികൾ നിയന്ത്രിക്കുന്ന കേരളത്തിലേക്ക് കോൺഗ്രസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ SDPI-കാരൻ മുസ്ലിങ്ങളുടെ വോട്ട് മൊത്തം നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ മുസ്ലിങ്ങളുടെ വോട്ട് മൊത്തം നിയന്ത്രിക്കുന്ന ഒരു സമുദായത്തിൻ്റെ വോട്ട് മൊത്തം നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇവിടെ നാളെ കാലത്തെ UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് ഇസ്ലാമിയും SDPI-യും ഇവിടുത്തെ തീവ്ര സംഘടനകളും രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഈ ഒരു പറച്ചിലെന്ന് പറയുമ്പോൾ നാളെ കേരളത്തിൽ കോൺഗ്രസിന് വലിയ ദോഷം ചെയ്യുന്ന പറച്ചിൽ. കാരണം ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇനിയിപ്പം ഈ പറയുന്നത് പോലെ ഓരോരുത്തരുടെ നിലനിൽപ്പാണ് ഓരോരുത്തർക്ക്. ഇവിടുത്തെ CPM-ൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നേരത്തെ പോലെ CPM-ന് വലുതായിട്ട് വോട്ട് കൈ കിടക്കുമൊന്നുമല്ല. അത്ര സീറ്റ് ഞങ്ങൾ ജയിപ്പിച്ചിട്ട് ഇത്ര എണ്ണത്തിൽ കോൺഗ്രസിന് വോട്ട് ചെയ്ത് BJP-യെ തോപ്പിച്ചേക്കാമെന്നുള്ള രീതിയിലേക്ക് പോകാനുള്ള സംവിധാനമൊന്നുമില്ല. കാരണം CPM-ൽ നിന്നും വോട്ട് BJP-യിലേക്ക് ചോർന്നു പോരുന്ന ഒരവസ്ഥയുണ്ട്. മാത്രമല്ല ന്യൂനപക്ഷത്തിൻ്റെ ഒരു വോട്ട് പോലും നാളെ കാലത്തെ CPM-ന് കിട്ടുന്ന ഒരവസ്ഥയിലേക്കല്ല CPM നിൽക്കുന്നത്. CPM മനസ്സിലായി. അതുകൊണ്ട് തന്നെ CPM-ൻ്റെ രാഷ്ട്രീയവും അത്തരത്തിലായി. കാരണം CPM-ന് നിലനിൽക്കണം. അപ്പുറത്ത് ഇനി കോൺഗ്രസ് ജയിച്ചാലും BJP ജയിച്ചാലും ഒന്നുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് CPM മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസവും ജമാഅത്ത് ഇസ്ലാമിയും SDPI-യും ഒക്കെ തുറന്നടിക്കുകയും മുസ്ലിം ലീഗിനെതിരെ കൃത്യമായ യുദ്ധപ്രഖ്യാപനം നടത്തുകയൊക്കെ ചെയ്യുന്നത്. കാരണം നേരം മറിച്ച് കുഞ്ഞാലിക്കുട്ടി പറയുന്ന ഒരു കാര്യം നമ്മൾ കേൾക്കേണ്ടത്. കുഞ്ഞാലിക്കുട്ടി പറയുന്നു കാലിൻ്റെ കീഴിലെ മണ്ണൊലിച്ചു പോകുന്നത് ഇവിടുത്തെ മുഖ്യമന്ത്രിയും CPM-ഉം ഒക്കെ അറിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് വേറൊരർത്ഥമുണ്ട്. കുഞ്ഞാലിക്കുട്ടി അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. മുസ്ലിം ലീഗിനെ പറയുമ്പോഴും അല്ലെങ്കിൽ SDPI-കാരനെ പറയുമ്പോഴും ജമാഅത്ത് ഇസ്ലാമിക്കാരനെ പറയുമ്പോഴും കാലിൻ്റെ കീഴിലെ മണ്ണൊലിച്ചു പോകുക എന്ന് പറയുമ്പോൾ ഞങ്ങളാണ് ഇവിടെ എല്ലാം നിയന്ത്രിക്കുന്നത്, ഞങ്ങളെ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഇവിടെ ഒന്നും നേടാൻ കഴിയത്തില്ല, നാളെ കാലം നിലനിൽക്കാൻ കഴിയത്തില്ല എന്നുള്ള ഒരു പറച്ചിലുണ്ടല്ലോ, ആ ഒരു തോന്നലുണ്ടല്ലോ, ആ ഒരു രീതിയിലേക്കുള്ള പോക്ക് ഇവിടുത്തെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും. പാലക്കാട് ഈ പ്രാവശ്യം സംഭവിച്ചത് അതായത് 19,000 വോട്ടോളം ജയിച്ചിട്ടുണ്ട്. ഇത് ഒരു ഏകീകരണം കൊണ്ട് തന്നെ ജയിച്ചതാണ്. ഈ ഒരു അവസരത്തിൽ മതേതരത്വമൊക്കെ പറഞ്ഞ് പാട്ടും പാടി ആഘോഷിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിലും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ തുള്ളിച്ചാടുമ്പോൾ ഇതിൻ്റെ പുറത്തൊരു ചർച്ച വളരെ കൃത്യമായിട്ട് വരുന്നുണ്ട്. ഇതിന് ശേഷം SDPI-കാരെ ഞങ്ങൾ കൊടുത്ത 10,000 വോട്ട് ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞ് പരസ്യമായിട്ട് പ്രകടനം നടത്തുമ്പോൾ ആ പ്രകടനം നടത്തിയ സമയത്ത് ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനുശേഷം അത് ഇരിക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയാണ്. അത് മറച്ചു പിടിക്കാൻ കോൺഗ്രസ് അതിനെ തൊട്ടിട്ടില്ല, മാധ്യമങ്ങൾ പിന്നെ അത് മിണ്ടിയിട്ടില്ല. പക്ഷേ ആ ഒരു പ്രകടനവും അവരുടെ പ്രസ്താവനയും ഒക്കെ ജനങ്ങൾക്കിടയിൽ ചർച്ചയാവുന്നുണ്ട്. നാളെക്കാലത്തെ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ BJP-ക്ക് ഇത് ഗുണമാകത്തേ ഉള്ളൂ. കാരണം BJP ഒത്തിരി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. BJP ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞത് മനസ്സിലാക്കുക, BJP ഒരു 30% വോട്ട് സ്വന്തമായിട്ട് ആവുന്നിടം വരെ മത്സരിക്കുന്നത് വളരെ സൂക്ഷിച്ച് മത്സരിക്കുക, പരസ്പരം അകത്ത മത്സരം കുറയ്ക്കുക. ജയിക്കുവാൻ സാധ്യത കൂടുതലുള്ള ഈ മണ്ഡലങ്ങളിൽ ജനങ്ങൾക്ക് താല്പര്യമുള്ള ക്യാൻഡിഡേറ്റ്സിനെ എത്തിക്കൊടുത്ത് ആദ്യമേ അവിടുന്ന് ജനപ്രതിനിധികളെ ഉണ്ടാക്കി ജനപ്രതിനിധിയെ വർദ്ധിപ്പിക്കാൻ നോക്കും. ഏതായാലും ഇത് കേരളത്തിൽ SDPI-കാരൻ്റെയും മുസ്ലിം ലീഗാൻ്റെയും അതിപ്രസരം അല്ലെങ്കിൽ അതിന് താങ്ങി നിൽക്കുന്ന കോൺഗ്രസുമൊക്കെ ഈ നാളെക്കാലത്തെ അവർക്ക് ബാധ്യതയാവുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമല്ല. ഇനിയും ഈ പറഞ്ഞതുപോലെ CPM-കാരൻ BJP-യുടെ അക്കൗണ്ട് തുറപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ഒരു ശൈലിയിൽ നിന്ന് മാറി CPM അവർക്ക് പിടിച്ചിരിക്കേണ്ടതായിട്ടൊരവസ്ഥയുണ്ട്. കാരണം CPM അകത്ത് നിൽക്കുന്നത് ഹിന്ദു വോട്ടുകളാണ്, ഹിന്ദുവിൻ്റെ ഭാഗമാണ് CPM എന്ന് പണ്ട് EMS പറഞ്ഞ് നിർത്തിയതുപോലെ ഉള്ളൊരവസ്ഥയിലേക്ക് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് CPM-ൻ്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി ഒക്കെ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ അൻവർ നിങ്ങൾ RSS അല്ലേ അല്ലെങ്കിൽ RSS-ഉമായിട്ട് ചർച്ച നടത്തിയിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ RSS-ഉമായിട്ടും വേണമെങ്കിൽ ചർച്ച നടത്തും എന്ന് പറയുന്നതിന് വേണ്ടി CPM സംസ്ഥാന സെക്രട്ടറി തയ്യാറാവുന്നത്. അതായത് കൃത്യമായ
ഒരു പോളറൈസേഷൻ, അതല്ലെങ്കിൽ ഒരു ധ്രുവീകരണത്തിലൂടെയാണ് കേരളത്തിലെ രാഷ്ട്രീയം പോകുന്നത്. അതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിട്ട് പാലക്കാട് മാറുകയാണ്. അതുകൊണ്ട് പാലക്കാട് തോൽവി, ഒരുപക്ഷെ പാലക്കാട്ടു നിന്നൊരു MLA ഉണ്ടായില്ലെങ്കിലും നാളെ കാലത്തെ BJPക്കും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനുമൊക്കെ കൃത്യമായ രാഷ്ട്രീയം കളിക്കുന്നതിന് വേണ്ടിയുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് പാലക്കാട് തോൽവി കൊണ്ട് BJPക്ക് ഗുണമാണെന്നാണ് ഞാൻ ധരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.